ഉണ്ടല്ലോ. പിന്നെ ഈ ലോകത്തൊരാൾക്കും കള്ളു കുടിക്കാൻ പറ്റില്ലേ? സർ, വേറെ കാര്യത്തിൽ തർക്കിക്കുന്ന പോലെ അല്ല കേട്ടോ. ദേവിയുടെ കാര്യത്തിൽ തർക്കിച്ച ഞാൻ സമ്മതിക്കില്ല. ദേവിയുടെ ശക്തി സാറിന് അറിയാഞ്ഞിട്ടാ. എന്നാലേ ഞാൻ ഒരു കാര്യം പറയാം. അത് താൻ ദേവിയെ കൊണ്ട് ശരിയാക്കി തരണം. പറ. ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചു പറഞ്ഞാലേ അത് നടന്നിരിക്കും. എന്നാ എന്റെ അമ്മയുണ്ടല്ലോ, പത്മാ മേഡം, അവരുടെ സ്വഭാവം ഒന്ന് ശരിയാക്കി തരണമെന്നൊന്ന് പ്രാർത്ഥിച്ച് പറ. നടക്കില്ലല്ലേ? അത്രേ ഉള്ളൂ. വിശ്വാസമൊക്കെ നല്ലതാ, പക്ഷേ മനുഷ്യൻ ജയിക്കണമെങ്കിൽ മനുഷ്യൻ പ്രവർത്തിക്കണം. അല്ലാതെ ഈ പ്രാർത്ഥനയൊക്കെ തനി ഫ്രാഡ് പരിപാടിയാ. സർ, എന്റെ പ്രാർത്ഥനയെ കുറിച്ചൊന്നും പറയരുത്. എടോ, തന്റെ പ്രാർത്ഥനയെ അറുപോറ. തന്റെ ഭക്തിക്കും സ്വാർത്ഥതയേ ഉള്ളൂ. സ്വന്തം കാര്യം നടത്തിയെടുക്കാനല്ലടോ താൻ ഈ വിളക്ക് തേക്കുന്നതും വിളക്ക് വെക്കുന്നതും തിരി കത്തിച്ചു വെക്കുന്നതും ഒക്കെ. സർ, ഞാൻ ചോദിക്കും, തന്റെ ദേവിയോട് തന്നെ ചോദിക്കും, തന്റെ ഭക്തി സത്യമാണോ കള്ളമാണോ എന്ന്. ആ ദേവിയേ. ഇനി ഞാൻ ദേവിയുടെ മുമ്പിൽ ചെന്ന തടയുവോ? ഇല്ല. അതെന്താ, തർക്കം മതിയാക്കിയോ? അതെന്താ? ഇത് ശരിയാവില്ല. ഹലോ, ആണോ മാഡം? സത്യാണോ? ആ ശരി മാഡം, ഞാൻ വന്നോളാം.
എന്താ ഇത്? ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പോയതാ സർ. ആ, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇപ്പൊ നടന്ന്. സത്യം പറഞ്ഞ ഞാനിത് എങ്ങനെ എല്ലാരോടും പറയുന്ന ആലോചിച്ചിട്ട് എനിക്ക് വിദ്യാലയ പബ്ലിക് സ്കൂളില് പിച്ചുവിന്റെ സീറ്റ് റെഡിയായ കാര്യമല്ലേ? അതെ. ആ അത് പക്ഷെ സാറിന് എങ്ങനെ അറിയാം? അത് എനിക്കറിയാം. അവിടെയാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് താനെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ കിടന്നുറങ്ങുമ്പോ താന്നിയൂരമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് ഇതല്ലേ പ്രാർത്ഥന. അപ്പൊ പിന്നെ അതായിരിക്കും സന്തോഷത്തിന് കാരണമെന്ന് എനിക്ക് തോന്നി. അതെ സർ, പ്രിൻസിപ്പൾ നേരിട്ട് എന്നെ ഇപ്പൊ വിളിച്ചു. എത്രയും പെട്ടെന്ന് പ്രിയങ്കി കൊണ്ടുപോയി ചേർക്കാൻ പറഞ്ഞു. ഫ്രീ സീറ്റാ സർ. അവൾക്ക് വേണ്ടി പണം അടക്കേണ്ട കാര്യമൊന്നുമില്ല. കനകെ, ഞാൻ ആ സ്കൂളിലെ സീറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ പ്രിയങ്കയുടെ? അത് ശരിയായി. പ്രിൻസിപ്പൾ എന്നെ ഇപ്പൊ വിളിച്ചു. അല്ല, സന്തോഷം കൊണ്ട് താനിപ്പോ വീട് മൊത്തം തള്ളി മറിച്ചിടുമല്ലോ നന്ദിനി. പിന്നെ ഉണ്ടാവില്ല സർ. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോ അവളുടെ പഠിപ്പിന്റെ കാര്യത്തില് എന്ത് ചെയ്യുന്നുള്ള ടെൻഷനിലായിരുന്നു. ദൈവം കൂടെ നിന്നു സർ. അതുകൊണ്ടല്ലേ കൃത്യമായിട്ട് ആ സ്കൂളിൽ തന്നെ പോയി ചോദിക്കാൻ തോന്നിയത്. ഇപ്പൊ സാറിന് മനസ്സിലായോ താന്നിയൂരമ്മയുടെ ശക്തി? ഞാൻ പ്രാർത്ഥിക്കുന്നതിന് കളിയാക്കിയതല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ, സമ്മതിച്ചേ. തന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. പോരെ. നാളെ രാവിലെ തന്നെ അവളെയും കൂട്ടി പോണം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോയാലോ സർ? കുഴപ്പമില്ല. എന്നാ ഞാൻ പോയിക്കോട്ടെ സർ. കനകെ, പിന്നെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോയിക്കോണം കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ല. പ്രിയങ്ക അവിടെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നോളാം. രാജേട്ടനോടും പറഞ്ഞോണേ. എന്നാ സാർ, ഞാനൊന്ന് റെഡി ആയിട്ട് പോയിട്ട് വരാം. ഞാൻ വിടണോ തന്നെ? വേണ്ട സർ. ഈ സന്തോഷത്തില് എത്ര ദൂരമായാലും ഒരൊറ്റ ഓട്ടത്തിന് ഞാൻ അവിടെ എത്തും. വണ്ടി പോലും വിളിക്കില്ല. വലിയ സ്കൂളാണല്ലോ ചേച്ചി. ഇനി മുതൽ മോൾ എവിടെയാ പഠിക്കാൻ പോകുന്നത്? അല്ല ചേട്ടായി, ഈ പ്രിൻസിപ്പലിന്റെ മുറി ഏതാ? നേരെ പോയിട്ട് വലത്തോട്ട്.